നമസ്തേ. ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാനും സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് ധർമ്മോ രക്ഷിതഃ, അതായത് ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം സംരക്ഷിക്കുമെന്ന ആപ്തവാക്യവുമായി 1964 ഓഗസ്റ്റ് 29 ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ ബോംബെ സാന്ദീപനി ആശ്രമത്തിൽ വെച്ച് ചിന്മയാനന്ദ സ്വാമി, MS ഗോൾവാൾക്കർ, SS ആപ്തെ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് 60 വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് ചിന്മയാനന്ദ സ്വാമികളുടെ പാവന സ്മരണയ്ക്കായി നിർമ്മിക്കുന്ന ചിന്മയം ഭഗവത്ഗീത റിസർച്ച് ആൻഡ് സ്റ്റഡീസ് സെന്റർ ശിലാസ്ഥാപനം മുതിർന്ന RSS പ്രചാരകനും സീമാ ജാഗരൺ മഞ്ച് ദേശീയ സംരക്ഷകമായ A. ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. അപ്പോൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി സമാജത്തിന് ക്ഷേമകരമായ ധാർമ്മിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സങ്കേതത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ഒരു പ്രവർത്തന സങ്കേതം, അതിന് എല്ലാ ദേവീദേവന്മാരുടെയും ഗുരുക്കന്മാരുടെയും സർവഗ്രഹങ്ങളുടെയും അനുമതിയോടുകൂടി ആശീർവാദത്തോടുകൂടി തന്ത്രി അദ്ദേഹം കൊണ്ട് കല്ലുവെക്കുകയാണ്. ഇവിടെ ഈ കൊച്ചി പ്രദേശത്തെ ഏറ്റവും പൗരാണികമായ തന്ത്രപാരമ്പര്യത്തിൻ്റെ ഉടമയായ ആദരണീയനായ തന്ത്രികൾ, മറ്റ് സന്നിഹിതരായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും മറ്റ് സമാജ പ്രവർത്തനങ്ങളുടെയും സമുന്നതരായ പ്രവർത്തകരെ, ഭക്തജനങ്ങളെ, സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഒരു കുടുംബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന ഒരു മഹനീയ സംഘടനയെ ഏൽപ്പിച്ചതിന് ശേഷം പടിപടിയായി ഈ മണ്ണിലുണ്ടായ പരിവർത്തനത്തിൻ്റെ ചിത്രം ഇതിൽ അനവധി പേര് ദർശിച്ചിട്ടുണ്ടാകും. ഓലമേഞ്ഞ് കിടന്നിരുന്ന ഒരു ചെറിയ ക്ഷേത്രം, അത് ഇന്ന് ഈ എറണാകുളത്തെ പ്രധാനമായ ഒരു ഭക്തി സംവർദ്ധക കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് കാലത്തിന് അനുയോജ്യമായ തരത്തിൽ അതിൻ്റെ പ്രാകാരങ്ങൾ പുതുക്കി പണിയേണ്ടത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും ഇതിൻ്റെ ഊരാളസ്ഥാനം വഹിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ചുമതലയാണ്. ആ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഒരുമിച്ച് നടക്കുന്നത്. ഈ മാഘമാസത്തിൽ പുണ്യ ഉത്തരായണ കാലത്ത് നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ എറണാകുളം തന്നെ പ്രസവിച്ച ചിന്മയാനന്ദ സ്വാമിയുടെ നാമകരണത്തിലുള്ള ഒരു കെട്ടിടവും, അതുപോലെ ഇന്നത്തെ ശ്രീകോവിലിനെ കാലികമായ മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ചെമ്പോല പൊതിയുവാനുള്ള ഒരു പരിശ്രമവും ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കാണാൻ കഴിഞ്ഞു, ഈ ചെമ്പോല പൊതിയുന്ന സന്ദർഭത്തിൽ അതിന് സമർപ്പണത്തിന് വേണ്ടി അഹമഹമിഹയ എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്. അതുപോലെ മത്സരിച്ച് ആൾക്കാർ ചെമ്പോല പതിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് കണ്ടു. ഈ ഉത്സാഹം തുടരട്ടെ. വളരെ വേഗത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഉത്സവമാകുമ്പോഴേക്ക് ആ പ്രവൃത്തി പൂർത്തിയാകട്ടെ. എല്ലാവർക്കും ക്ഷേമവും സമാധാനവും ധർമ്മത്തിൻ്റെതായ സന്ദേശവും നൽകുന്ന
ഈ ചിന്മയം എന്ന ഭവനവും വേഗത്തിൽ പൂർത്തിയാകാൻ സർവേശ്വരനും ഇവിടെ ഉയർന്നു നിൽക്കുന്ന സൂര്യഭഗവാനും സർവ്വഗ്രഹങ്ങളും സർവ്വഗുരുക്കന്മാരും സർവോപരി ഈ ക്ഷേത്രസങ്കേതത്തിൽ വിരാജിക്കുന്ന മഹാദേവനും അനുഗ്രഹിക്കട്ടെ. RSS പ്രാന്ത പ്രചാരക് സുദർശൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി KR കണ്ണൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ട്രഷറർ V ശ്രീകുമാർ, പാവക്കുള മഹാദേവ ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലയന്നൂർ പ്രശാന്ത് നാരായൺ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം സെക്രട്ടറി മാധവൻകുട്ടി തുടങ്ങിയ നിരവധി പ്രമുഖർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ക്ഷേത്ര ജീർണോദ്ധാരണം അത് ജീർണമായി കഴിഞ്ഞാൽ അതിനെ ഉദ്ധരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് എന്നും നടക്കുന്ന കാര്യമല്ല. ഒരു പുരുഷായുസ്സിൽ തുലോം വിരളമായി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്ര ജീർണോദ്ധാരണത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേടിയിട്ടുള്ളതായ ധനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഭഗവാന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് ഉള്ള ഒരു അവസരമാണ്. ധനം കൊണ്ട് മാത്രമല്ല, മറ്റു രീതിയിലും എല്ലാ രീതിയിലും ഇവിടെ ഇതിൽ പങ്കെടുത്ത് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും അതിന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ചിന്മയം, ഞാനതൊരു നേരിട്ട് ചിന്മയാനന്ദ സ്വാമികളുടെ കയ്യിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സാവുന്ന സമയത്ത് നേരിട്ട് വിളക്ക് മേടിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹം സ്കൂളിൽ, ഞാൻ ചിന്മയ പ്രൊഡക്റ്റാണ്, ചിന്മയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്കൂളിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാനും ആദരിക്കാനും ഒക്കെ ഞങ്ങൾക്കൊക്കെ നേരിട്ട് ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ അത്രയും മഹാനായ ഒരു വ്യക്തിയുടെ ഓർമ്മയിൽ നമ്മൾ ചെയ്യുന്നതായ ഈ ഇതിൽ എൻ്റെ എളിയമായ ഒരു പങ്കാളിത്തം അതിൽ കല്ലിടാൻ സാധിച്ചു. അത് ആ സ്ഥാനത്തിൻ്റെ കൊണ്ട് മാത്രം സാധിച്ച ഒരു കാര്യമാണ്. അതിൽ പങ്കാളിയാവാൻ സാധിച്ചത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൽ നിന്നുള്ള ഇത് കിട്ടിയത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ചെറിയ ഒരു തയ്യെ നട്ടി വളർത്തിയിട്ടേ ഉള്ളൂ. ഇത് വളർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ, അദ്ദേഹത്തിൻ്റെ യശസ് ലോകം മുഴുവൻ പടർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചിന്മയത്തിൻ്റെ യശസ്സും ലോകം മുഴുവൻ പടരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ടിറങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ചിന്മയാനന്ദ സ്വാമികളുടെ പാദത്തിങ്കൽ ദണ്ഡ നമസ്കാരം. ചിന്മയം കെട്ടിട നിർമ്മാണത്തിലേക്കുള്ള ആദ്യ സംഭാവന ഡോക്ടർ പത്മകുമാർ RSS പ്രചാരകനും സീമ ജാഗരൺ മഞ്ച് ടീച്ചർ സംരക്ഷകമായ A ഗോപാലകൃഷ്ണന് കൈമാറി. വിശ്വ ഹിന്ദു പരിഷത്ത് കേരളം സംസ്ഥാന കാര്യാലയത്തിനോട് ചേർന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്വത്തിന് കീഴിലുള്ള എറണാകുളം കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്ര അങ്കണത്തിലാണ് ചിന്മയം നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഒരു ആദ്യത്തെ ധനസമാഹരണത്തിന് ഭാഗമായിട്ട് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ പത്മകുമാർ സാറ് ഗോപാലകൃഷ്ണനെ ഇതിൻ്റെ ആദ്യത്തെ ഒരു സംഭാവന. എല്ലാവർക്കും നമസ്കാരം. പാവക്കുളത്തമ്പലമായിട്ട് 20 വർഷത്തിലേറെയായിട്ട് വളരെയധികം അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെയും ഉപദേവതകളുടെയും എല്ലാം അനുഗ്രഹം വളരെയധികം ലഭിച്ചിട്ടുള്ള ഒരാളുമാണ്. ഈശ്വരാനുഗ്രഹത്താൽ പലതരത്തിലുള്ള ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലും ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതും ചിന്മയവും വളരെ വിജയകരമായിട്ട് എല്ലാവർക്കും പ്രയോജനം വരുന്ന തരത്തിലേക്ക്, നമുക്കെല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന തരത്തിലേക്ക് വളർന്ന് വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനവും സഹകരണവും മുമ്പുണ്ടായിരുന്ന പോലെ എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവരോടും സന്തോഷം രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ചിന്മയാനന്ദ സ്വാമികളുടെ പാവന സ്മരണയ്ക്കായാണ് ചിന്മയം എന്ന പേര് നൽകിയിരിക്കുന്നത്. കെട്ടിടത്തിൽ ഭഗവത്ഗീത റിസർച്ച് ആൻഡ് സ്റ്റഡീസ് സെന്റർ, ലൈബ്രറി കൂടാതെ കന്യാകുമാരി വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിലെ സമാനമായ ധ്യാന കേന്ദ്രവുമാണ് 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുന്ന ചിന്മയത്തിൽ ഉണ്ടാകുകയെന്നും പൂർണ്ണമായും സനാതനധർമ്മ സാംസ്കാരിക കേന്ദ്രമായി ചിന്മയം മാറുമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയൽ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകൃതമായത് 1964 ജന്മാഷ്ടമി ദിനം മുംബൈയിലെ സാന്ദീപനി ആശ്രമത്തിൽ വെച്ചായിരുന്നു. അതിന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ചിന്മയാനന്ദ സ്വാമികളാണ്. ചിന്മയാനന്ദ സ്വാമികളുടെ പേരിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരളത്തിലെ കാര്യാലയമായ പാവക്കുളം ക്ഷേത്ര സന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി ചിന്മയം എന്ന പേരിലുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ കല്ലിടിയിൽ കർമ്മമായിരുന്നു ഇന്ന് നടന്നത്. ഇതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്
കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ഒരു ഭഗവത്ഗീത റിസർച്ച് സെൻറ്ററും അതിനോടനുബന്ധിച്ച് വലിയൊരു ലൈബ്രറിയുമാണ്. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദ സ്മാരക കേന്ദ്രം, കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിലെ ധ്യാന കേന്ദ്രത്തിന് സമാനമായ രീതിയിലുള്ള ധ്യാന കേന്ദ്ര സംവിധാനങ്ങളും ഈ കെട്ടിടത്തിൽ ഒരുക്കുന്നുണ്ട്. അന്നേരം വിശാലമായ അർത്ഥത്തിൽ ഒരു പൂർണ്ണമായും സനാതന ധർമ്മ സാംസ്കാരിക കേന്ദ്രം എന്ന രീതിയിൽ ചിന്മയാനന്ദ സ്വാമികളുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ചിന്മയം എന്ന പേരിലുള്ള ഈ കെട്ടിട സമുച്ചയം ഇവിടെ പണി ആരംഭിക്കാൻ പോകുന്നത്. അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും പൊതുസമൂഹത്തിനും ഉപയുക്തമാകുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ഭഗവത്ഗീത റിസർച്ച് സെൻറ്റർ, ഒരു വലിയ ലൈബ്രറി, ധ്യാന കേന്ദ്രം തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ഒരു കേന്ദ്രമായി ചിന്മയം മാറും എന്നുള്ളത് തീർച്ചയാണ്. പാവക്കുളത്തിൻ്റെ അപ്പൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഏറ്റവും മുതിർന്ന പ്രചാരകന്മാരിൽ ഒരാളായിട്ടുള്ള മാനനീയ എ ഗോപാലകൃഷ്ണേട്ടനാണ് ഈ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടീൽ കർമ്മം നിർവഹിച്ചത്. എല്ലാവർക്കും നമസ്കാരം. പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാര്യങ്ങൾ നമ്മളൊരു 3-4 കൊല്ലമായിട്ട് ആലോചിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കണം എന്നുള്ള ഭക്തജനങ്ങളുടെ നിർബന്ധം, കമ്മിറ്റിയുടെ നിർബന്ധം, അങ്ങനെയാണ് നമ്മുടെ പുതിയ ഓർഗനൈസിംഗ് സെക്രട്ടറി വന്നു കഴിഞ്ഞപ്പോൾ തുടക്കം നമുക്ക് ഇവിടെ ഹോമപ്പുരയും അതേപോലെ ശാന്തിമഠവും വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് പൊളിച്ചു മാറ്റി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ആലോചന